സുഭാഷിന്റെയും കുട്ടേട്ടന്റെയും. ഹലോ ഗായ്സ്, നമ്മൾ റെഡിയായി. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കൊടൈക്കനാൽ. നമ്മള് ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. നമ്മുടെ ഔട്ട്ഫിറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ കഴിക്കാൻ പോവുകയാണ്. പിന്നെ എന്താണ് എന്തോ സ്പെഷ്യൽ വെജാണ്. രാവിലെ വെജാണ്. നമുക്ക് ഫ്രഷപ്പിന് വേണ്ടിയുള്ള റൂമായിരുന്നു ഇത്. ഇനി നമ്മള് വൈകിട്ട് വേറെ റൂമിലാണ്. വൈകിട്ട് മറയൂറാണ് സ്റ്റേ. അവിടെ നമ്മള് കൊടൈക്കനാലൊക്കെ കറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചു. എന്ത് നല്ല തണുപ്പാണ് ഗൈസ് ഇവിടെ. പാട്ടൊക്കെ കേൾക്കുന്ന നിങ്ങൾ കേട്ടോ? മാപ്പിള പാട്ടാണോ? അമ്പലത്തിലെ പാട്ട് പൊടി മുന്നേ. ഇവിടത്തെ പാട്ടാണ് നമ്മൾ കേട്ടത്. നമ്മൾ നോക്കിയാണ് ഫുഡ് കഴിക്കണം. നമ്മൾ എവിടെയാണ് കഴിക്കാൻ വന്നത്? ബുഫയാണ്. ബുഫി ഉണ്ട്. അതിന്റെ കൂടെ വന്നു അപ്പോഷുണ്ട്, ഇടിയപ്പമുണ്ട്, എന്തൊക്കെയോ കറിയാണ്. ഗ്ലാസ് ഉണ്ട്, ചായ ഉണ്ട്. ഇതാണ് നമ്മളെ ഫുഡ്. ചായ ഉണ്ട്, ഊരിയുണ്ട്, നേരത്തെ കാണിച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ നോക്കിയോ? ഹലോ ഗൈസ്, ഞാൻ ഫോട്ടോ എടുത്തു. ഗൈസ്, ഇവിടെ മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മൾ ബസ് കാത്തിരിക്കുകയാണ് അല്ലേ? ബസ് കാത്തിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയില്ല ഒരു തുള്ളി പോലും. അതുകൊണ്ടാണ് നമുക്ക് എനർജി ഇല്ലാത്തത്. ഇവള് പോത്തുപോലെ കിടന്ന് ഉറങ്ങിയിട്ട് ഇരിക്കുന്ന നോക്കിയാണ്. ഞാൻ കുറച്ച് ഉറങ്ങിയില്ല. നിന്റെ അത്ര ഉറങ്ങിയില്ല. ഇവളത്ര ഉറങ്ങിയില്ല. ഇവളത്ര ഞാൻ ഉറങ്ങിയില്ല ഗൈസ്. അവിടെ മഞ്ഞ് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നീയാണ് നിന്റത്. സൽമ നടന്നോണ്ട് പറച്ചാന്. നിന്റെ ഒരു കറക്റ്റ് മോന്തയുടെ ഷേപ്പ് ഉണ്ടല്ലേ ആ കൊരങ്ങനിക്ക്. ആ ഓട്ടം കണ്ടിട്ട് നിന്റെ ഒരു രീതിയുണ്ട്. ഗൈസ്, ഇവിടെ ഫുള്ള് മഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ ഫുള്ള് ഫാത്തിമയുടെ വർഗ്ഗങ്ങളാണ്. ഇവിടെ ഫുള്ള് നമ്മളെല്ലാരും വർഗ്ഗങ്ങളുണ്ട്. മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇതെവിടത്? ഇത് ലേക്കാണ് ഗൈസ്. ലേക്കിലോട്ടാണ് നമ്മൾ ഇനി പോണത്. ഓക്കെ, ബാ, നമുക്ക് നടക്കാം. അവിടെ കണ്ടു, അവിടെ ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത്. കൊരങ്ങനുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചാണ് പിടിച്ചിരിക്കുന്നത്. സൂക്ഷിച്ച് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. നിങ്ങളിവിടെ വരുമ്പോൾ കൊരങ്ങനെ ശ്രദ്ധിച്ച് ഫോണൊക്കെ സൂക്ഷിച്ച് പിടിച്ചിരിക്കണം. ഗൈസ്, ലേക്കിൻ്റെ മുകൾ ഭാഗം ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. കൊടൈക്കനാല് കൊള്ളാല്ലേ? പിങ്കിയാ തോന്നിക്കുന്നു. പിങ്കി ഫോട്ടോഷൂട്ടിലാണ്. ഇവിടത്തെ ഒരു പ്രതിമയാണിത്. കൊള്ളാല്ലേ? ഇവിടെ ലേക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ കുറെ കൊരങ്ങന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ വിളിക്കുകയാണ് തിരിച്ചു പോവാൻ വേണ്ടി. അപ്പം നമ്മൾ പോവുകയാണ്. ഇവിടെ നിറച്ച് മഞ്ഞാണ്, പക്ഷെ നല്ല രസമാണ് അവിടെ കാണാൻ. ഓക്കെയാണ്. അങ്ങനെ കുരങ്ങൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോണു ഗൈസ്. നമ്മൾ തിരിച്ച്
ബസ്സിൽ കയറാൻ പോകുന്നു. അവളെവിടെ? ഇപ്പൊ കൈ വിട്ടു പോയേര്. ഓ എടാ കൊരങ്ങ, എടാ ശുണ്ടര മോനെ. ബൈ 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 ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൽ നിങ്ങൾ നമ്മളെ ബസ് കണ്ടിട്ടില്ലല്ലേ ഗൈസ്? ഇതാണ് നമ്മളെ ബസ്. ഡിസ്കോ ഡിസ്കോ ഗൈസ്. പൈൻ ഫോറസ്റ്റിൽ ഇറക്കിയായിരുന്നു, പക്ഷെ നമ്മള് കേറിയില്ല. കാരണം പൈൻ ഫോറസ്റ്റ് കണ്ട് 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 നമ്മള് മടുത്ത്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. പഠിക്കുന്ന കുറച്ചുപേര് ഇറങ്ങി. കിടന്ന് ഉറങ്ങുന്നു. പിങ്കി ബേക്ക്. നമ്മള് പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങിയില്ല. അതുകൊണ്ട് നമ്മള് അവിടെ ചെന്നിട്ട് നമ്മള് സുഭാഷ് എന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഫാത്തിമ കുട്ടേട്ടാന്ന് വിളിക്കും. അപ്പൊ എല്ലാം വിളിക്കാം. നമ്മള് ഇവിടെ ഇറങ്ങിയില്ല ഗൈസ്, കാര്യം കൊറേ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇറങ്ങിയില്ല. സ്ഥലം അയ്യോ അതവിടെ ഉണ്ടായിരുന്നോ? അയ്യോ ഞാൻ പോയില്ല. ഗുണ കേവിലോട്ട് നടക്കുകയാണ്. ഇങ്ങോട്ടാണ് ഗുണ കേവ്. അവിടെയാണ് എൻട്രി വരുന്ന അവിടെയാണ്. എൻട്രി ആയി ഗൈസ്. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ ചോയ്സാർ. ഗുണാക്കേവിന് കുറെ പടിയുണ്ട്. ഈ റൂട്ടാണ് ഗുണാക്കേവ്. നല്ല രസമുണ്ടല്ലേ. നമ്മുടെ സുഭാഷിന്റെയും കുട്ടേട്ടന്റെയും എന്തോ പറഞ്ഞു. നമ്മളെ കുക്കലാണ് ഗൈസ്. നമുക്ക് ഫുള്ള് ഇവിടെ നമ്മളിവിടെ എത്തി. ഗുണാക്കേവിലെത്തി ഗൈസ്. അവിടെ സുഭാഷ് ഉണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്, പക്ഷെ സുഭാഷ് വീട്ടിൽ പോയി ഇരിക്കുകയാണ്. എവിടെയാണ് സുഭാഷ്? ഇതാണ് നമ്മളെ സ്ഥലം. ദിസ് ഈസ് ഗുണ കേവിന്റെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത സ്ഥലം. നമ്മളിത് കണ്ടു. ഗിരിയിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് നമ്മളുടെ മഞ്ഞമേൽ ബോയ്സിലെ ആ സെയിം മുട്ടയാണ്. ഇത്രയും ഉണ്ടാവും കേട്ടോ. ആൾക്കാർക്കൊന്നും ഇപ്പോൾ ഒരു പേടിയില്ല പോവാൻ. ചത്ത് ഗൈസ്. കണ്ടു ഗൈസ്, ഇതാണ് നമ്മളുടെ ഗുണ കേവിന്റെ താഴെയുള്ള സ്പേസ്. ഗൈസ് അപ്പൊ നമ്മളെല്ലാം കുട്ടേട്ടനെ വിളിച്ചിട്ട് കുട്ടേട്ടനും വന്നില്ല. സുഭാഷും കുട്ടേട്ടനും വരാത്തോണ്ട് നമ്മളിതാ കുട്ടേട്ടന്റെ പാട് നോക്കി പോണു. നമ്മള് പോയാണ് ഗൈസ്. നമ്മള് നമുക്ക് വിശക്കുന്നു നന്നായിട്ട് വിശക്കുന്നു. രാവിലത്തെ ഒരു ഉപ്പുമാവിലും ഒരു പുട്ടും ഒരിത്തിരി കടലക്കറിയിലും ഒത്തിരി കിഴങ്ങറിയിലും മാത്രം നീ കണ്ട തിന്നുന്നത് ആവശ്യത്തിന് കഴിച്ചിട്ട് നടക്കുകയാണ്. ഉച്ചലത്തെ ഫുഡ് തേടി 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 ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. പാണ്ടിയാണിത്. ചെറുക്കന് ഞാൻ 2 ഇടുവേ. സാറെവിടാ? നമ്മളെ സാറാണ് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്ന് നമ്മളെ എല്ലാം കാണിച്ചു തന്നത്. പാവം സാറാണ്. സാറ് നമ്മളോടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് ചിൽ മൂഡായിരുന്നു. സൽമാക്ക് വയ്യ. അവക്ക് ഇന്നലെ പോലെ കണ്ണടച്ചില്ല ഗൈസ്. പോത്തുപോലെ കിടന്ന് ഉറങ്ങി ഗൈസ്. അത് തന്നെ ഇവള് 2 എണ്ണം പോത്ത് പോലെ കിടന്ന് ഉറങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് കഴിക്കാൻ പോകാം. ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. സൂയിസൈഡ് പോയിന്റ്. നമ്മൾ അവിടെ പോയിട്ട് ഫാത്തിമയെ സൂയിസൈഡ് ചെയ്യിപ്പിക്കും. ചെറിയൊരു ആരായാലും ഇവളെ വെള്ളം തെറിപ്പിച്ചിട്ട് ആരായാലും ഇവള് വെള്ളം അറിഞ്ഞ എന്നെ ഒരാള് ഫാത്തിമ എന്നെയും പ്രാവി. നമ്മളിവിടെ വന്നപ്പം 10 രൂപ കൊടുക്കാത്തോണ്ട് നമ്മള് ഞാൻ ആദ്യമേ അത് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. നമ്മള് അങ്ങനെ ജെൻഡറിനെ ഇതാക്കി പറയുന്നില്ല.
നമ്മളെ വന്നിട്ട് ഒരു 10 രൂപ കൊടുക്കാത്തതിന് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ആദ്യമേ ഞങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന് ചോദിച്ച് ഞങ്ങൾ വീണ്ടും കൊടുത്ത്, ചീത്ത വിളിച്ചപ്പോൾ ഞങ്ങൾ കൊടുത്ത്. പക്ഷെ വീണ്ടും ഭയങ്കര മഞ്ഞാണ് പക്ഷെ വീണ്ടും ഞങ്ങൾ പറയിട്ട് വീണ്ടും ഞങ്ങളടുത്ത് വന്നിട്ട് 10 രൂപ ചോദിച്ചപ്പോ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്നതാ ഇങ്ങനെ കാണിച്ചിട്ട് നീ ഭസ്മമായി പോവും, നീ നശിച്ചു പോവൂന്ന്. നീ കണ്ടോ? നീ മിണ്ടായിരി. ഓ ഇവന്മാരൊക്കെ ഓടിത്തള്ളി. പെമ്പിള്ളേരായ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അവിടെ കുറെ പൂക്കൾ ഉണ്ട്. ഇവിടെ നിറച്ച് മഞ്ഞാണ് ഗൈസ്. പിന്നെ നമ്മള് ഇനി എന്തിനാണ് അതൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് മൂഡ് കളയുന്ന. അതുകൊണ്ട് നമുക്ക് സൂയിസൈഡ് പോയിന്റ് നല്ലതുപോലെ പേടിച്ചായിരുന്നു. ഇതൂടെയാണ് ഗൈസ് സൂയിസൈഡ് പോയിന്റ്. ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്, കണ്ടോ നിങ്ങൾ? ഞാൻ ഇല്ല ഉണ്ട ചോക്ലേറ്റ് ആണ്. ഇവിടത്തെ ഉണ്ട ചോക്ലേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ട ഇനി ഈ ഉണ്ട ചോക്ലേറ്റ് ആണ് ഞാൻ പറഞ്ഞ നല്ലയാണെന്ന്. പക്ഷേ നമ്മള് വാങ്ങിച്ച നല്ലായിരുന്നു. നമ്മൾ ഇത് ട്രൈ ചെയ്തു. ഇതാണ് സംഭവം. അടിപൊളി ട്രൈ ആയിരുന്നു. നമ്മള് ഇത്രയും ചോക്ലേറ്റ് ആണ് വാങ്ങിയത്. ഈ സാധനം എല്ലാം മിക്സഡ് ഐറ്റമാണ് എടുത്തത്. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് ആണ് എടുത്തത്. ബദാമിന്റെ ചോക്ലേറ്റ് ആണ്. ഇതാണ് ബദാമിന്റെ ചോക്ലേറ്റ്. ഇതാ അടിപൊളി ഇത്രയാണ് വാങ്ങിയത്. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്, ഗുണാക്കേവിലോട്ട്. ഗുണാക്കേവ് അല്ലല്ലേ, സൂയിസൈഡ് പോയിന്റ്. ഇതാണ് സൂയിസൈഡ് പോയിന്റ്. അയ്യോ ഒന്നും കാണാൻ വയ്യ, ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഫെയിലായി പോയി. ഞാൻ വിചാരിച്ച സ്ഥലം ഇതല്ല. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാണ് ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ കൊള്ളത്തില്ല ഞാൻ പറഞ്ഞാണ്. എന്നിട്ടും അവർക്ക് ഇവിടെ തന്നെ വരണം. അറിയാൻ വേണ്ടി അവിടെ പൂല് ഇവിടെ ഫെയിലായി പോയി. അപ്പൊ നമുക്ക് തിരിച്ച് ഫുഡ് കഴിക്കാൻ പോവാം. ഐസ്ക്രീം അങ്ങനെ ഫോൺ വാങ്ങിച്ചിരിക്കുകയാണ്. അങ്ങനെയുണ്ട്, കൊള്ളാവോ ഗൈസ്? നിങ്ങൾ കൊടൈക്കനാൽ വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ടും ചോളം ട്രൈ ചെയ്യുക. സ്വീറ്റ് കോൺ ഓക്കെ, സൂപ്പർ ടേസ്റ്റ് ഗൈസ്. നമ്മൾ സാധാരണ ശിവേരി ഉത്സവത്തിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. ഇത് അടിപൊളി സാധനം കേട്ടോ. ഇത് ഫ്രഷ് ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണേ. മറയൂര് പോവാണ്. അപ്പം എല്ലാവരും നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങുകയാണ്. പക്ഷെ എനിക്കെന്തോ ബിരിയാണി കഴിച്ചില്ല, ഉറക്കമൊന്നും വരുന്നില്ല. ഇന്നലെ തൊട്ടേ ഇവള് ഉറങ്ങാതിരിക്കാനാ. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ചുരം ഇറങ്ങിയാണ്, അതുകൊണ്ട് അതാണ് പാട്ടിട്ടില്ല. മറ്റേ ഇല്ല മറയൂരിലൊക്കെ പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, അതിറങ്ങിയാണ്. തൊണ്ട മറയൂരൊക്കെ പോകുമ്പോഴില്ല 50 കിലോമീറ്റർ ചുരമാണ് കൊടൈക്കനാൽ. ആ ചുരം അവസാനം ഇറങ്ങിയാണ്. അപ്പം ബ്ലം 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 ആവും. ഞങ്ങൾക്ക് പിന്നെ പറയാം ശ്വാസനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഛർദിലൊന്നും വരും. എനിക്കും അങ്ങനത്തെ സീനൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ബേക്കിലാണ്. ഇനി മറയൂരിപ്പോ എവിടെ സ്റ്റേ അടിക്കുമല്ലോ. നമ്മൾ ഡാൻസ് കളിക്കാൻ റോഡിൽ ഇറങ്ങിയിരിക്കും.
സൽമയ്ക്ക് അറ്റാക്ക് വന്നേ. ശിവേട്ട വീട് സൽമ കല്യാണം കഴിഞ്ഞിട്ട് സൽമ ഇങ്ങ് ഓടിവാ. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പറ. ഈ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും നമ്മളെ കൂടെ. റിനു ഉറങ്ങുകയാണോ? ആർക്കെങ്കിലും ഇവിടെ പാട്ട് പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നാണ് ഫാത്തിമ പാടുന്ന. എനിക്കുണ്ടായിരുന്നു. പാട് 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 പാട്. ഞാൻ പാടിയോ ഞാൻ പാടിയോ നയാറ പാട്ട് കളഞ്ഞില്ലായിരുന്ന ബാക്കി വായിക്കൂടെ. അത് നാളെയാണ് പറയണ്ട മൊണ്ണെ. 2 വാക്ക് പറയാനുണ്ടോ? മൈക്ക് എന്റെ കയ്യിലിരിക്കുകയാണ്. നീ എന്തൊരു വേണമെങ്കിലും പറ. നീ അവളെ ഉറക്കും ടീച്ചറെ മണ്ണിയിലും പറഞ്ഞു സ്കൂളിൽ പഠിച്ച പാട്ടൊക്കെ പാടിയാണ്. അഖിലേട്ടനും ശ്രീലക്ഷ്മിയും ഉറങ്ങി. റിങ്സ് ആണ് നമ്മളെ ക്ലാസ്സിലെ പാട്ടുകാരി. ഇന്നത്തെ വീഡിയോ വൈൻഡിങ് അപ്പ് ചെയ്യാണ്. നമ്മളിന്ന് മറയൂർ സ്റ്റേ ആണ്. 12 മണിയാവുമ്പോ എത്തും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഫാത്തിമാക്ക് വേണ്ടി മാത്രം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നയാറ പമ്പിൽ നിർത്തിയേക്കാണ്. അവളെ നേരത്തെ ഒരു പമ്പിൽ ഇറക്കിയപ്പോഴത്തേക്ക് അവൾക്ക് അറിഞ്ഞു പോവാൻ പറ്റാത്തോണ്ട് അവൾക്ക് ഇതിൽ അറിഞ്ഞു പോയിട്ട് വന്ന് നിൽക്കുകയാണ്. ഗൈസ് അപ്പൊ ഗൈസ് ടാറ്റാ ബൈ ബൈ.